വി എസ് രഞ്ജിത്ത്, വെരി ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ വടകരയിലേക്ക് എത്തിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഡാറ്റാ ബോർഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു 3.5% ആനുകൂല്യം ഷാഫി പറമ്പിലിനുണ്ട്. ഇന്ത്യ ടുഡേ എക്സിറ്റ് പോൾ സർവേ പ്രകാരവും അത് തന്നെയാണ് ആ ട്രെൻഡ് സൂചിപ്പിക്കുന്നത്. മറിച്ചൊരു സാധ്യത അവിടെ കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്, ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? മറിച്ചൊരു സാധ്യതയില്ല. പക്ഷേ CPM അതിനെ മറുപടി നൽകുന്നത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ പറയാതെ പോയ കാര്യം, ഈ വടകര ലോക്സഭാ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് CPMൻ്റെ വലിയ സംഘടനാ സംവിധാനമുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ്. പ്രത്യേകിച്ച് ഈ തലശ്ശേരി, കൂത്തുപറമ്പ് പോലുള്ള മണ്ഡലങ്ങളിൽ അവരുടെ ആധിപത്യമാണ് എന്ന് പറയേണ്ടി വരും. ഈ തലശ്ശേരിയിലെയും കൂത്തുപറമ്പിലും കിട്ടുന്ന ഭൂരിപക്ഷം കൊണ്ട് കുറ്റ്യാടിയിലും പേരാമ്പ്രയിലും കൊയിലാണ്ടിയിലും നാദാപുരത്തുമൊക്കെ ഉണ്ടാവുന്ന ചെറിയ ലീഡ്, ഷാഫി പറമ്പിലുണ്ടാവുന്ന ലീഡ് മറികടക്കാൻ സാധിക്കും എന്നൊരു കണക്കാണ് CPM അവതരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് അതിനോടൊപ്പം ശൈല ടീച്ചറുടെ ഒരു ഇഫക്റ്റ് കൂടിയാവുമ്പോൾ ഒരു 5000 മുതൽ 10000 വരെ വോട്ടിന് ജയിച്ചു കയറാനാകും എന്നൊരു കണക്ക് CPM അവതരിപ്പിക്കുന്നുണ്ട്. ഷാഫി പറമ്പിൽ നേരത്തെ പറഞ്ഞ പോലെ ന്യൂനപക്ഷ ഏകീകരണത്തിൻ്റെയും ഭരണവിരുദ്ധ വികാരത്തിൻ്റെയും അക്രമ രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ മെറിറ്റും ഗുണഫലവും കിട്ടാൻ പോകുന്നത് ഷാഫി പറമ്പിനായിരിക്കും. പക്ഷേ അതിനെ മറികടക്കാൻ ടീച്ചറമ്മ എന്ന് പറയുന്ന ഇഫക്റ്റ് കൊണ്ട് സാധിക്കുമെന്ന് CPM ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ഒപ്പം ഈ പറയുന്ന മണ്ഡലങ്ങളിൽ കുറ്റ്യാടിയിലും പേരാമ്പ്രയിലും ഒക്കെ ഉണ്ടാവുന്ന ലീഡ് അത് തലശ്ശേരിയിലെയും കുത്തുപറമ്പിലെയും ലീഡ് കൊണ്ട് അത് വലിയ ലീഡായിരിക്കുമെന്നും വലിയ ഭൂരിപക്ഷമായിരിക്കുമെന്നും അത് ആ 2 മണ്ഡലങ്ങളിലും കിട്ടുന്ന വലിയ ഭൂരിപക്ഷം മറ്റു മണ്ഡലങ്ങളിൽ ഷാഫിക്ക് കിട്ടുന്ന ചെറിയ എഡ്ജിനെ മറികടക്കും എന്നൊരു പ്രതീക്ഷയാണ് അവസാന നിമിഷവും CPM പങ്കുവെക്കുന്നത്. മറ്റെല്ലാം കൊണ്ടും ഷാഫിക്ക് തന്നെയാണ് അവിടെ മുൻതൂക്കമുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച എല്ലാ ഫാക്ടേഴ്സും വർക്കൗട്ട് ചെയ്യുമ്പോൾ ഷാഫി പറമ്പിലിനാണ് ഇപ്പോൾ ഒരു ചെറിയ എഡ്ജ് ഉള്ളത്. എങ്കിൽ കൂടി CPM പറയുന്ന ഈ കണക്ക് കൂടി അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. അതാണ് വടകരയിലെ വിശകലനം. അപ്പോൾ വടകരയിൽ ഷാഫി പറമ്പിലിന് 3.5% വോട്ടിന്റെ ആനുകൂല്യമുണ്ട്. ഡോക്ടർ അരുൺ, മട്ടന്നൂരിൽ 2 MLA തമ്മിലുള്ള ഫൈറ്റാണ്. നമ്മൾ പ്രഫുലിന് ഏതായാലും വിജയസാധ്യത കുറവാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള പോരാട്ടത്തിൽ 2 MLA മത്സരിക്കുന്ന ഒരു മണ്ഡലം, ആര് ജയിച്ചാലും ഉപതെരഞ്ഞെടുപ്പ് നമുക്ക് പിന്നെയും പണിയാണ്. അതെ, തീർച്ചയായിട്ടും. ഒന്നുകിൽ പാലക്കാട് വരാൻ സാധ്യത കൂടുന്നുവെന്നാണ് ഡാറ്റാ ബോർഡ് പറയുന്നത്. അതെ, അപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അവിടെയാണ് ഇനി വരാൻ പോകുന്നത്. BJP അവിടെ ഏതെങ്കിലും തരത്തിൽ BJP, പക്ഷേ അവിടെ കൃഷ്ണകുമാറിനെ തന്നെയായിരിക്കും BJP ഫീൽഡ് ചെയ്യാൻ സാധ്യത കൂടുതലുള്ളത്. പാലക്കാട് അതിനുമപ്പുറം ഇനി ശ്രീധരൻ മത്സരിക്കുന്നില്ലെങ്കിൽ, കൃഷ്ണകുമാർ പാലക്കാട് ലോക്സഭയിലേക്ക് ജയിച്ചില്ലെങ്കിൽ ജയിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. നിലവിലുള്ള ഡാറ്റ എനിക്കൊന്ന് എക്സിറ്റ് പോൾ പ്രകാരവും അങ്ങനെ ഉണ്ടാവുന്നില്ല. 3 ആണ് പറഞ്ഞിരിക്കുന്നത്. ആറ്റിങ്ങിലാണ് പരമാവധി സാധ്യത. പാലക്കാട് കൃഷ്ണകുമാർ ഞെട്ടിയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് സംഭവിക്കാൻ സാധ്യതയില്ല. പക്ഷേ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അതൊരു രാഷ്ട്രീയ ചോദ്യം കൂടി ഉയർത്തും. ഷാഫി പറമ്പിലെ അയച്ച തീരുമാനം ശരിയാണോ? എന്തായാലും 2-3 സീറ്റ് ബൈ-ഇലക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ബിജോയിന്റെ തിരുവനന്തപുരത്ത് കിട്ടുകയാണെങ്കിൽ ബൈ-ഇലക്ഷൻ വരും. അതൊക്കെ ഇവിടെ BJP ജയിക്കുന്ന ആറ്റിങ്ങലിൽ. അല്ല, ആക്യുറേറ്റ് ആണോ എന്നാണ് ചർച്ച ചെയ്തത്. നമ്മൾ ആറ്റിങ്ങൽ തള്ളി, 27% തള്ളി. ഈ പറയുന്ന തൃശ്ശൂരും തിരുവനന്തപുരത്തും മാത്രം ഉണ്ട് എന്ന് നമ്മൾ ആറ്റിങ്ങൽ തള്ളിയിട്ടില്ലേ? ആറ്റിങ്ങൽ തള്ളിയിട്ടൊന്നും ഒന്ന് ശാന്തമാവുക. ഇപ്പൊ ഇടതുപക്ഷ 20 സീറ്റിൽ വിജയിക്കും. നമ്മളിപ്പോ ഏത് എക്സിറ്റ് പോളാണ് വിശ്വാസത്തിലെടുക്കുന്നത് സുജിയ പറവതി? ഞാൻ എന്റെ ബോധ്യങ്ങളാണ് വിശ്വാസത്തിലെടുക്കുക. നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് മറ്റേ ഇന്ത്യ ടുഡേയുടെ എക്സിറ്റ് പോളാണല്ലോ. 27%. ഒന്ന് കണക്ക് പറഞ്ഞേ. ഞാൻ ഓരോ മണ്ഡലം പറയാം. കാസർഗോഡ് എത്ര ശതമാനം, കണ്ണൂർ എത്ര ശതമാനം, വടകര എത്ര ശതമാനം, കോഴിക്കോട് എത്ര ശതമാനം, വയനാട് എത്ര ശതമാനം, പൊന്നാനി മലപ്പുറം എത്ര ശതമാനം, പാലക്കാട് ആലത്തൂർ എത്ര ശതമാനം. എന്റെ സുജിയ, നമ്മൾ ഈ കെട്ടിപ്പൊക്കുന്നത് 27%. നോക്ക്, കേക്ക് 20 അല്ല, ഞാൻ പറയട്ടെ. 20 അത് കഴിഞ്ഞിട്ട് മറുപടി പറയണം എനിക്കത്. 27% എന്ന് പറയുന്ന ബേസ് നിങ്ങൾ ഇട്ടു, പ്ലാറ്റ്ഫോം ഇട്ടു. അതിന്റെ പുറത്ത് നിങ്ങൾ 3 എണ്ണം കയറ്റി വെച്ചിരിക്കുകയാണ്. എന്തിനാണ് 3 എണ്ണം കയറ്റി വെച്ചിരിക്കുന്നത്? ജയിക്കുമെന്ന് പറഞ്ഞ് 3 എണ്ണം കയറ്റി വെച്ചിരിക്കുകയാണ്. ഈ ബേസ് പോയി, ഇതൊക്കെ വീണില്ലേ? നെഞ്ചടിച്ചു. ആ പൊളിറ്റിക്കൽ പോയിന്റിൽ മറുപടി പറ. പൊളിറ്റിക്കൽ പോയിന്റിൽ ടൈംസ് നൗവിന്റെ വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെടും എന്നാണ് ടൈംസ് നൗ. ഓക്കെ.
എന്തായാലും ജനങ്ങൾ കേരളത്തിലെ വോട്ടർമാരെ നമ്മൾ പ്രബുദ്ധരായ വോട്ടർമാർ എന്ന് തന്നെയാണ് പറയുന്നത്. ജനങ്ങൾ എന്തായാലും വിധി എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. ആ വോട്ട് പെട്ടിയിലൂടെ ജൂൺ 4 പ്രബുദ്ധരായ വോട്ടർമാരെ കുറിച്ചല്ല, എക്സിറ്റ് പോളിനെ ഞാൻ പറയട്ടെ സാർ, ഇതേ പ്രബുദ്ധരായ വോട്ടർമാരെ കണ്ടിട്ടാണ്, അല്ലാതെ ഇതുപോലെ മേശയിട്ടിരുന്നിട്ട് കണക്ക് കൂട്ടുമല്ല. എക്സിറ്റ് പോൾ നടത്തുന്ന ഓരോ ഏജൻസിയും കൃത്യമായി സാർ ഇങ്ങനെ തൂക്കിക്കയറി വെടിവെക്കാതെ ഞാൻ വളവള എന്തെങ്കിലും പറയുന്നുണ്ട് പറഞ്ഞു. അല്ല സാർ, എന്നെ പേഴ്സണലി ഡിഗ്രേഡ് ചെയ്യാണെങ്കിൽ സാർ ആദ്യം അത് പറഞ്ഞു പൂർത്തിയാക്കും. ഒരു കാര്യം ചോദിച്ചാൽ കുറെ നാളായാലും ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ പറയാം. മറുപടി പറയാൻ അനുവദിക്കാതെ വീണ്ടും അങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ്? നിങ്ങളോട് ചോദ്യം ചോദിച്ചാൽ എന്റെ ഗതികേട് മറുപടി കേൾക്കാൻ പറ്റാത്ത അങ്ങ് ഇത്രയും അസഹിഷ്ണുത എന്തിനാണ്? അദ്ദേഹം പറയട്ടെ, അദ്ദേഹം മൊത്തം പറഞ്ഞോട്ടെ. അല്ലല്ല, എന്നെ പറഞ്ഞു അദ്ദേഹം തിരുത്തണം. ഇല്ല അല്ല, അദ്ദേഹത്തിന് തോന്നുന്നൊക്കെ പറയാനല്ല ഞാൻ ചോദിച്ച ചോദ്യം, നിലവിലുള്ള 15% 25% എന്ന് പറഞ്ഞാൽ 12% വർധനവ് ഉണ്ടാവണം. അത് തിരുവനന്തപുരത്തും തൃശ്ശൂരിലും കൂടിപ്പോയാൽ പത്തനംതിട്ടയിലും ആറ്റിങ്ങലിലും അല്ലാതെ വലിയ, അതായത് 35% മുകളിലേക്ക് വോട്ട് പെർസെന്റേജ് വളരാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ നിലവിൽ 15% ഉണ്ടെന്നുള്ളതെങ്കിലും അംഗീകരിച്ചു തരുമല്ലോ. നിലവിൽ 15%. സാർ മാത്തമാറ്റിക്സ് ആണ്, സാർ വേണമെങ്കിൽ എടുത്ത് കൂട്ടിക്കോ. 15% നിലവിൽ ഉണ്ട്. അതിൽ 12% ഈ കണക്കനുസരിച്ച്. ഇത് എക്സാക്ട് പോൾ അല്ല, എക്സിറ്റ് പോളിനെ വെച്ചുകൊണ്ടാണ് ഞാനും സംസാരിക്കുന്നത്. അത് വെച്ചുകൊണ്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഞാനും പറയുന്നത്. എവിടെയും നോക്കിയല്ല പറയുന്നത്, കൈരേഖയുമല്ല, നേരെ സാറിന്റെ മുഖത്ത് നോക്കിയാൽ വേണമെങ്കിൽ ഇങ്ങോട്ട് നോക്കാം. അപ്പോൾ 12% എങ്ങനെ കൂടുമെന്നുള്ളതിന് തിരുവനന്തപുരത്ത് 3% കൂട്ടാം. തിരുവനന്തപുരത്ത് 3% മണ്ഡലത്തിലെ 3% അല്ലേ? തിരുവനന്തപുരം സർ, ടോട്ടൽ എത്ര വോട്ടുകൾ കൂടുന്നു എന്നുള്ളത് വേണമല്ലോ. അതായത് 20 മണ്ഡലത്തിലും കൂടി കൂടുന്നതിന്റെ അഗ്രഗേറ്റ് ആണ് ഈ 12%. സിമ്പിൾ കണ്ടോണ്ടിരിക്കുന്ന ശതമാനം വിട്ടു. ശതമാനം തന്നെ സാർ, ശതമാനമാണല്ലോ പറഞ്ഞത്. 12 ലക്ഷം വോട്ടർമാർ BJPക്ക് വോട്ട് ചെയ്യണം പുതുതായിട്ട്. 10 മതി സാർ. 12% ആണ്. പോട്ടെ, 12 ലക്ഷം ആളുകൾ വോട്ട് ചെയ്യണം. എങ്ങനെ 12 ലക്ഷം എങ്ങനെ വരും സർ? ഇത് ഇന്ത്യ ടുഡേയുടെ മൈ ആക്സിസ് സർവേയുടെ ബേസിലാണ് നമ്മൾ സംസാരിക്കുന്നത്. എക്സാക്ട് നമ്പേഴ്സിലല്ല. അതനുസരിച്ച് അവർ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഫിഗറിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 10 മണ്ഡലങ്ങളിലെങ്കിലും പോളിംഗ് പെർസെന്റേജിനൊപ്പം തന്നെ ഈ വോട്ട് ഉയർത്താൻ കഴിയണവർക്ക്, ആ വോട്ട് ഉയർത്താൻ കഴിയാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഞാൻ പറയാം. 1 തിരുവനന്തപുരം. എത്ര വോട്ട്? തിരുവനന്തപുരത്ത് ജയിക്കുമെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 1,25,000 വോട്ട് കൂടണം. അപ്പൊ 1,25,000 വോട്ട് കൂടണം. 2 തൃശ്ശൂർ. തൃശ്ശൂരിലും സമാനമാണ്. സെയിം ജയിക്കണമെന്നുണ്ടെങ്കിൽ 75,000 കൂടിയാൽ മതി അല്ലേ? 75,000 കൂടി, പക്ഷേ 120 കാൽക്കുലേറ്റ് ചെയ്യണം. 2.5. ഇനി അടുത്തതായി വോട്ട് വിഹിതം കൂടേണ്ടത് ആസ് പെർ ഇന്ത്യ ടുഡേ എക്സിറ്റ് പോൾ ആണ് ഞാൻ ഈ കണക്ക് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ മണ്ഡലം ആറ്റിങ്ങലിൽ നിലവിലുണ്ടായതുപോലെ ഒരു കഴിഞ്ഞ 2014 നിന്ന് 19 ഉണ്ടായതുപോലെ ഒരു ബിഗ് ലീപ്പാണ് ഇന്ത്യ ടുഡേ പ്രൊഡിക്ട് ചെയ്യുന്നത്. സോഫിയ പാർവതി അല്ല, ഇന്ത്യ ടുഡേയുടെ പ്രൊഡിക്ഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അവിടെയും സമാനമായ രീതിയിൽ വോട്ട് വർധന. അങ്ങനെ പോലെ ശോഭാ സുരേന്ദ്രൻ 248 അകത്തുനിന്ന് 380 വേണം ജയിക്കാൻ. വേണ്ട സാർ, ഇപ്പൊ നിലവിലുള്ള അടൂർ പ്രകാശിന്റെ വോട്ട് താഴേക്ക്. ഇനി നാലാമത്തെ മണ്ഡലം പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ നേടിയതിനേക്കാൾ ക്രിസ്ത്യൻ വോട്ട്സ് കൂടുതലായി അനിൽ ആന്റണിയിലേക്ക് പോൾ ചെയ്യുന്നു എന്ന് വെക്കുക. സപ്പോസ് ആണ് ഞാൻ പറയുന്നത്, പ്രേക്ഷകർ ശ്രദ്ധിച്ചോണം. അപ്പോൾ അവിടെയും ഈ സമാനമായ രീതിയിൽ 2,97,390 വോട്ടുകളാണ് കെ സുരേന്ദ്രൻ നേടിയത്. അതായത് 3 ലക്ഷത്തിനടുത്ത്. അവിടെ എത്ര കിട്ടുമെന്ന് ഇനി പറയുന്ന കൂടുതൽ? അവിടെ സാർ, അവിടെ ക്രിസ്ത്യൻ വോട്ട്സ് മൈനസ് ആണ് കെ സുരേന്ദ്രൻ നേടിയത്. ആവട്ടെ സാർ, പറയൂ. അത് ആന്റണിയിൽ നിന്ന് തോമസ് ഐസക് അനിൽ ആന്റണിയിലേക്ക് വരണം. എന്നാൽ 25,000 തരുന്നു. 25,000. കാര്യം ആന്റണിയുടെ പെർഫോമൻസ് വന്നത്, ദാറ്റ്സ് മൈ ഡാറ്റ ബോർഡ് സീസ്, ഏറ്റവും മോശം പെർഫോമൻസ് വന്നിരിക്കുന്നത് ആന്റണി ഏറ്റവും മോശം പെർഫോം ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ 2019 37%. ഏറ്റവും മോശം പെർഫോമൻസ് വീണ ജോർജുമായിട്ടുള്ള മത്സരത്തിലാണ് ഏറ്റവും മോശം പെർഫോമൻസ്. കെ സുരേന്ദ്രൻ മത്സരിച്ചിരുന്നു. ഇനി അതിലും താഴേക്ക് ആന്റണി പോകുന്നു. പോട്ടെ, വീണ ജോർജിനേക്കാൾ തോമസ് ഐസക് വോട്ട് പിടിക്കണം. 25,000 അഡീഷണൽ കെ സുരേന്ദ്രനേക്കാൾ പിടിക്കുന്നു. 45 എങ്കിലും വേണം. 35 ശരി ആയിക്കോട്ടെ. അപ്പൊ 3,25,000 എന്നുള്ളത് 3,60,000. ബാക്കി പറയാം സാർ. ബാക്കി അടുത്തത് പാലക്കാട്. എഴുതിക്കോ. പാലക്കാട് എന്തായാലും ഇന്ത്യ ടുഡേയുടെ സർവേ അല്ലേ? പാലക്കാട് അല്ലല്ലോ. പാലക്കാട് ഒരു 50+. 50,000 അങ്ങനെയാണെങ്കിൽ എനിക്ക് 1 ലക്ഷം എന്ന് പറയാം.
സോ പാലക്കാട് എങ്ങനെയാണ് 50,000 അഡീഷണൽ ആയിട്ട് വരാൻ പോകുന്നത്? ഏത് സാർ account ൽ 4-ാം തീയതി വരും? കണ്ടോളൂ. ഇത് സോ മലപ്പുഴ, പാലക്കാട്, ബിരിയാണിയാണ് ഇത്, ഇതിനപ്പുറം ബിരിയാണി. കോങ്ങാടില്ല, ഷൊർണൂരില്ല, സാർ, ഞാൻ ഒറ്റപ്പാലമില്ല. ചോദിക്കട്ടെ സാർ, ഒരു 10,000 വോട്ടിന്റെ അല്ലെങ്കിൽ 15,000 വോട്ടിന്റെ വീതം വർധന വിവിധ എങ്ങനെ നിയമമണ്ഡലങ്ങളിൽ പാലക്കാട് പിടിച്ച് മണ്ഡലത്തിൽ ഉണ്ടാകും. ഞെക്കിയെടുത്താലും പ്രിയപ്പെട്ട സുജയ, ഇപ്പൊ സാർ, പാലക്കാട് സുജയുടെ കണക്ക് ജയിക്കുമെന്ന് ഞാൻ പ്രകാരം പറയുന്നില്ല. പാലക്കാട് 3.5 ലക്ഷം വോട്ടിന്റെ വർധനവ്, 3.5 ലക്ഷം വോട്ടിന്റെ വർധനവാണ് പരമാവധി എത്ര പിടിച്ച് ഞെക്കിയാലും നമ്മൾക്ക് എടുക്കാൻ പറ്റുന്നത്. 3.5 lakhs. 3.5 lakhs if converted into percentage. Sujaya, take it from me, 4% growth maximum. സാർ, ഞാൻ പ്രഡിക്ട് ചെയ്യുന്ന 20% ആണ്. ഇന്ത്യ ടുഡേ അല്ല. അപ്പൊ പൊളിഞ്ഞു. നോക്ക്, ഞാനിത്രേ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സുജിയോട് പറഞ്ഞത്, ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് കൃത്യമായ ഒരു ഉത്തരം പറയണമെന്ന്. അവിടെ അപ്പൊ 20% വരുമ്പോൾ നമ്മൾ ഇത്രയും നേരം ഈ ഇന്നലെ മുതൽ ഇതുവരെ ചർച്ച ഇല്ല, മറുപടി പറഞ്ഞിട്ടേ പോകുന്നു. I respect that.